EVM 2025 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപേക്ഷിക്കുകയും മഹാരാഷ്ട്രയിലെ 80ഓളം മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സമർപ്പിച്ച റിപ്പോർട്ട് നടപ്പിലാക്കിക്കൊണ്ട് നാഗ്പൂർ സൗത്ത് വെസ്റ്റിൽ ദേവേന്ദ്ര ഫട്നാവിസ് എന്ന നിലവിലെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കിക്കൊണ്ട് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്താൽ സഹകരിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് പറയാം എന്നാണ് കോൺഗ്രസ് ജ്ഞാനേഷ് കുമാറിന്, അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷന് എഴുതി നൽകിയിരിക്കുന്ന മറുപടി. ഒരുപക്ഷെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മുൻപ് രാജീവ് കുമാർ ചെയ്ത ചെയ്തികൾ ഓരോന്നായി സുപ്രീം കോടതി ഉൾപ്പെടെ വിളിച്ചു പറയുമ്പോൾ ഈ വിഷയത്തിൽ രാജീവ് കുമാറിന് അനുകൂലമാകും സാഹചര്യം അങ്ങനെ ആക്കിയെടുക്കാൻ ഇലക്ഷൻ പ്രോസസ് പ്രക്രിയ തന്നെ മാറ്റിമറിക്കുന്ന സാഹചര്യം BJP ഉണ്ടാക്കി കൊടുത്തു. ലൈവ് റെക്കോർഡിംഗ് ഉൾപ്പെടെ കൃത്യമായും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഓരോ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള അവിടുത്തെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാം, അത് തെളിവായി അവശേഷിപ്പിക്കേണ്ട കാര്യമില്ല എന്ന അഭിപ്രായം വന്ന് ഒന്ന് ആലോചിക്കണം. ഡിജിറ്റൽ തെളിവുകൾ ഏറെ പ്രാധാന്യത്തോടെയാണ് ഇന്ത്യയുടെ നീതിപീഠം കാണുന്നതെങ്കിലും ആ തെളിവുകളെ മുഴുവൻ അപ്രസക്തമാക്കാൻ BJP സർക്കാർ നടത്തുന്ന ഈ അലിഖിത ലംഘനമാണ് പൊളിച്ചടുക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി വന്നത്. ജ്ഞാനേഷ് കുമാറിന് മറ്റ് വഴിയില്ല. എല്ലാ സൈഡിൽ നിന്നും പൂട്ടിട്ടതുപോലെയാണ് ജ്ഞാനേഷ് കുമാറിനും സഖ്യത്തിനും തോന്നിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഴിമതിയൊന്നും നടക്കില്ല, നടത്തണമെന്ന ആഗ്രഹം മാത്രമേ അവർക്ക് കാണുകയുള്ളൂ എന്ന പ്രസ്താവനയാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. ജ്ഞാനേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പദ്ധതികൾ അത് ഏറെക്കാലം അനിശ്ചിതത്വത്തിൽ നിന്നാൽ തൻ്റെ സർവീസ് റെക്കോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പല രീതിയിലും ഒരു നെഗറ്റീവ് മാർക്കിംഗ് വരും. അതുകൊണ്ടാണ് ഇപ്പോൾ സമവായത്തിലേക്ക് വിവിധ രാഷ്ട്രീയ കക്ഷികളെ എടുക്കാനുള്ള നിർദ്ദേശം വരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രക്രിയകൾ അവിടെ നിൽക്കുമ്പോഴും കേന്ദ്ര സർക്കാരിന്റെ നിലവിലുള്ള സാഹചര്യങ്ങൾ, അവരുടെ ഏകപക്ഷീയമായ നടപടിക്രമങ്ങളെയെല്ലാം ജ്ഞാനേഷ് കുമാർ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ പോവുകയാണ്. ഒന്ന് ആലോചിക്കണം, കേന്ദ്ര സർക്കാരിന്റെ അക്ഷന്തവ്യമായ അപരാധമാണ് ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള ദുർവിനിയോഗത്തിന്റെ പേരിൽ നടന്നു കഴിഞ്ഞത് എന്നുള്ളത് പ്രതിപക്ഷം കേവലം നടത്തുന്ന ആരോപണമല്ല, തെളിവുകൾ സഹിതം നിരത്തുന്ന പരാതിയാണ്. ആ പരാതിയിന്മേൽ കേസെടുത്ത് അന്വേഷിച്ച് അതിന് ഒരു ജുഡീഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കി കൃത്യമായും ഇത് കാണിച്ചവർക്കെതിരെയുള്ള നെറുകേടിന്റെ മറുപടി കൊടുക്കുകയും ചെയ്താൽ മാത്രമേ തനിക്ക് സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞു കഴിയുമ്പോൾ ജ്ഞാനേഷ് കുമാറിന് മറ്റെന്താണ് വഴി?